പ്രിയമുള്ളവരെ, തമ്പാനൂർ തങ്കമണി ട്രസ്റ്റിന്റെ 2ാമത് വാർഷികത്തോടനുബന്ധിച്ച് തൊണ്ടയാട് സിസ്റ്റേഴ്സ് അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം കൃത്യം 10 മണിക്ക് തന്നെ ആരംഭിക്കുന്നതാണ്. സമയം ഇപ്പൊ എത്രയായി? 10 മണി. എത്ര മണിക്കാ കഥാപ്രസംഗം തുടങ്ങുമെന്ന് പറഞ്ഞേ? 8 മണിക്ക്. ഇപ്പൊ സമയം 10 മണിയായി. സമയം പൊക്കോണ്ടിരിക്കയാണ്. സമയം പോണേന് ഞാൻ എന്ത് ചെയ്യാ? പോയി ക്ലോക്ക് കണ്ടുപിടിച്ചോണ്ട് പറ. ആളുകളെല്ലാം ഇളകാൻ തുടങ്ങി. ആളുകളെല്ലാം കൂവാൻ തുടങ്ങിയെന്ന്. കൂവാൻ തുടങ്ങിയോ? പ്രിയമുള്ളവരെ, ആരും തന്നെ ഇപ്പൊ കൂവരുത്. ഞങ്ങളുടെ പരിപാടി തുടങ്ങുമ്പോ കൂവിയാ മതി. ഇനി ആരും കൂവില്ല. അല്ല, ഈ കഥാപ്രസംഗത്തിന് തബല ഹാർമോണി ഒന്നും വേണ്ടേ? അയ്യോ, അതൊക്കെ പണ്ട്. ഇപ്പൊ ഇതാ DJ. എന്തായാലും ഇത് തമ്പാനൂർ തങ്കമണി ട്രസ്റ്റിന്റെ പരിപാടിയാണ്. അല്ല, നിങ്ങൾ ഈ പരിപാടിയൊക്കെ നടത്തുന്നേ? അതോ, കഴിഞ്ഞ വർഷം ഉണ്ടല്ലോ നമ്മളൊരു പാവപ്പെട്ട പെൺകുട്ടിയുടെ കല്യാണം നടത്തി കൊടുത്ത്. അതുകൊണ്ട് അങ്ങറ്റിരിക്കുന്ന കുട്ടിയെ കണ്ടാ? ആ കുട്ടിയുടെ കല്യാണം നടത്തി കൊടുത്തത്. പക്ഷെ അത് നിങ്ങളുടെ അനിയത്തിയല്ലേ? എന്റെ അനിയത്തി. അതെന്തേ എന്റെ അനിയത്തി കല്യാണം കഴിക്കണ്ടേ? അവളങ്ങനെ കെട്ടാശരക്കായിട്ടിരുന്നാ മതിയാ? കഥാപ്രസംഗത്തിലുള്ളവർ എന്തിയേ? തൊണ്ടയാട് സിസ്റ്റേഴ്സ് ഇവിടെ എത്തിക്കഴിഞ്ഞു കഥ പറയാൻ വേണ്ടി. 1, 2, 3 സ്റ്റാർട്ട്. സത്കലാദേവി തൻ ചിത്രഗോപുരങ്ങളിൽ സർഗസംഗീതമുണർന്നു. സർഗസംഗീതമുണർന്നു. സത്കലാദേവി തൻ ചിത്രഗോപുരങ്ങളിൽ സർഗസംഗീതമുണർന്നു. സർഗസംഗീതമുണർന്നു. എവിടെയായിരുന്നു? ഞങ്ങൾ തൊണ്ടയങ്ങാടായിരുന്നു. വരുന്ന വഴി തൊണ്ടയങ്ങാട് നല്ല ബ്ലോക്ക്. തൊണ്ട ബ്ലോക്ക് ആയാലും ശരി, ബ്ലോക്ക് ആയില്ലെങ്കിലും ശരി, നിങ്ങൾ കഥാപ്രസംഗം പറഞ്ഞേ പറ്റൂ. അതെ, ഞങ്ങൾ ഇപ്പം താമസിച്ചു പോയി. അതിപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. ഞങ്ങൾ അങ്ങനെ താമസിച്ചേ വരുള്ളൂ. ഇടവേളയാകുമ്പോ പോവും ചെയ്യും. ഇടവേളക്ക് പോവോ? ഇടവേളക്ക് മുന്നേ തന്നെ നാട്ടുകാർ പോവും. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്നിട്ട് എന്തിനാ കഥാപ്രസംഗം? മേഡം പേടിക്കണ്ട, നമ്മുടെ കഥാപ്രസംഗം ഭയങ്കര വെറൈറ്റിയാ. കഥയുണ്ട്, പാട്ടുമുണ്ട്. DJ വെറൈറ്റിയാണ്. കഥയും പാട്ടും വേറെ ഒരു കഥാപ്രസംഗത്തിലും ഇല്ലല്ലോ. ഈ കഥാപ്രസംഗത്തിൽ ഞാൻ പാടും, ഞാൻ ആടും, ഞാൻ ഓടും, ഞാൻ പെടും. അതെ, ഞാൻ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നെന്ന് വെച്ച് കഴിഞ്ഞാലേ, ഞാനാണ് ഇവിടുത്തെ പ്രസിഡന്റ്. ഇപ്പൊ എന്തേലും പ്രശ്നം പറ്റിയാൽ അതെല്ലാം കൂടെ എന്റെ തലയിലേ വന്ന് വീഴൂ. മേഡം ടെൻഷൻ ആവണ്ട, മേഡം നമ്മുടെ അടിപൊളിയാ. എന്നാ പിന്നെ ശരി, എന്നാ നിങ്ങൾ വേഗം എന്തായാലും കഥ പറഞ്ഞോ. കഥ പറയാം. പിന്നെ എന്താവശ്യം ഉണ്ടെങ്കിലും എന്റെ അടുത്ത് പറയാൻ വേണ്ടി മറക്കണ്ട കേട്ടോ. മേഡം ഒന്നുകൊണ്ട് പേടിക്കണ്ട, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കട്ടൻ ചായ ഉണ്ട് തരണേ, തൊണ്ടയൊന്ന് റെഡി ആവാന്. അതുകൊണ്ടൊന്നും പേടിക്കണ്ട, അതെല്ലാം സ്റ്റേജിന്റെ ബാക്കിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ചായ വട എല്ലാം തരുന്നത് ഞാൻ തന്നെ ആയിരിക്കും. കുഴപ്പമില്ല, പുക അടിക്കാതിരുന്നാ മതി. പ്രിയമുള്ളവരെ, നമ്മുടെ കഥാപ്രസംഗം ഇവിടെ ആരംഭിക്കുകയാണ്. അതിനായി തൊണ്ടയാട് സിസ്റ്റേഴ്സിനെ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നു. എന്റെ പേര് സിന്ധു, എനിക്ക് വയസ്സ് 30. സൂചി കുത്താനിടമില്ലാത്ത ഈ തിരക്കിന്റെ ഇടയിൽ നിന്നെ തോണ്ടിയവന്റെ പ്രായം 40. എന്റെ പേര് സിന്ധു, എനിക്ക് വയസ്സ് 20 അല്ല 30. എന്റെ പേര് ക്രഷ്, കല്യാണം കഴിയാത്ത എന്റെ വയസ്സ് 35. എന്നെ പരിചയപ്പെടുത്തി മാറിക്കള ചെവിത്തോണ്ടി. ചെവിത്തോണ്ടി നോക്കരുത്, വല്ല കല്യാണം നിർന്നാലോ എന്ന് പറഞ്ഞിട്ടാ ഞാൻ പാടിയത്. പ്രിയമുള്ളവരെ, നമ്മുടെ കഥാപ്രസംഗം ഇവിടെ ആരംഭിക്കുകയാണ്. ചെയ്യരുതേ നാട്ടുകാരെ, കല്ല് വലിച്ചെറിയരുതേ നാട്ടുകാരെ, അയ്യോ ഇഷ്ടികയ്ക്ക് എറിയരുതേ നാട്ടുകാരെ, ചെല്ല് വലിച്ചൂരരുതേ നാട്ടുകാരെ, അയ്യോ കല്ല് വലിച്ചെറിയരുതേ നാട്ടുകാരെ, ഇഷ്ടികയ്ക്ക് എറിയരുതേ നാട്ടുകാരെ, അയ്യോ. നമ്മുടെ കഥാപ്രസംഗത്തിന്റെ പേര് ജോർജ് കുട്ടിയുടെ കുമ്പസാരം. കൊമ്പുണ്ടോ വരുണിന്? എന്ത് പറ്റി? അപ്പൊ നമ്മുടെ കഥാപ്രസംഗം നമുക്ക് ഇവിടെ ആരംഭിക്കാം. അതാ അങ്ങോട്ട് നോക്കൂ. കിഴക്കൻ ചക്രവാള സീമയിലതാ ആകാശം വെള്ള കീറി. എന്തുവാടാ ഇത്? വെള്ള കീറിയതാ. നിങ്ങളവിടെ ആകാശം വെള്ള
കയറിയില്ലേ അത് ഞാൻ വായം കൊണ്ട് ഉറപ്പിച്ചതാ. മിമിക്രി. അല്ല ഇത് കഥാപ്രസംഗം അതാ മിമിക്രിയോ? കഥാപ്രസംഗം. അതറിയാലോ. പ്രിയമുള്ളവരെ ക്ഷമിക്കണം, നമുക്ക് കഥ തുടരാം. അതാ അങ്ങോട്ട് നോക്കൂ, കേബിൾ ടിവിയുടെ ഓഫീസ് അടച്ചുപൂട്ടി നടന്നു വരികയാണ് നമ്മുടെ കഥാനായകൻ ജോർജ് കുട്ടി. അങ്ങനെ അദ്ദേഹം നടന്ന് വീട്ടിലേക്ക് കയറിയതും അവിടുത്തെ കാഴ്ച കണ്ട് അദ്ദേഹം ഞെട്ടിവിറച്ചു. എന്താണ് ആ കാഴ്ച? 20 വയസ്സ് മാത്രം പ്രായമുള്ള അരുൺ എന്ന ചെറുപ്പക്കാരനെ, വരുൺ എന്ന ചെറുപ്പക്കാരനെ തലക്കടിച്ച് കൊന്നിട്ടിരിക്കുന്നു. അടി 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 തലക്കടിച്ച് കൊന്നല്ലോ, അടി 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 തലക്കടിച്ച് കൊന്നല്ലോ. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? എന്താടാ? എനിക്കൊന്നും മനസ്സിലായില്ല. നിങ്ങൾക്ക് മനസ്സിലായോ ആരാണ് വരുണിനെ അടിച്ചിട്ടിരിക്കുന്നതെന്ന്? നമ്മുടെ കഥാനായകൻ ജോർജ് കുട്ടി അല്ല, പിന്നെ നമ്മുടെ സഹദേവൻ. ഓ, നമ്മുടെ ജോർജ് കുട്ടിയുടെ ഭാര്യ. അങ്ങനെ നമ്മുടെ വരുൺ അവിടെ ചോര വാർന്ന് കിടക്കുമ്പോഴാണ് അതാ അപ്രതീക്ഷിതമായി ജോർജ് കുട്ടിയുടെ വീടിനെ ലക്ഷ്യസ്ഥാനമാക്കി ഒരു പോലീസ് ജീപ്പ് കടന്നു വന്നത്. അയ്യോ, കൂവിയതല്ല, ഞാൻ പോലീസ് ജീപ്പിന്റെ സൗണ്ട് ഉണ്ടാക്കിയതാ. അങ്ങനെ പോലീസ് ജീപ്പ് അവിടെ ചവിട്ടി നിർത്തിയതും അതാ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ആരാണെന്ന് നോക്ക്. ചായ 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 ചായ. നിങ്ങളല്ലേ പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് കട്ടൻ ചായ വേണോ? എന്റെ പൊന്നു പെണ്ണുമ്പോൾ ആ ചായ അവിടെ കണ്ടു കൊണ്ട് വെച്ചേ. വേണ്ടെങ്കി വേണ്ട. എന്നാലും ഇതുവരെ ഒന്നല്ലേ, ഇതിവിടെ ഇരിക്കട്ടെ. ബിസ്ക്കറ്റ് ഇല്ലേ, ഇടയ്ക്കിടയ്ക്ക് മുക്കി അടിക്കാനാ. ബിസ്ക്കറ്റ് ഇല്ല. എന്നാ ചായ കൊണ്ട് പോയ മോയ. ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ആരാണ്? നമ്മുടെ സഹദേവൻ. ജോർജ് കുട്ടിയെ തല്ലിയോനാ സഹദേവൻ, കേസ് കുത്തി പൊക്കിയോനാ സഹദേവൻ. അയ്യോ, ജോർജ് കുട്ടിയെ തല്ലിയോനാ സഹദേവൻ. ഇളയ കുട്ടിയെ ടക്ക് ടക്ക്, വലിയ കുട്ടിയെ ടക്ക് ടക്ക്, ജോർജ് കുട്ടിയെ പെണ്ണും പുള്ളയെ തല്ലുന്നേ, തല്ലിക്കൊല്ലുന്നേ. ആടിയടാ. അങ്ങനെ ക്രൂരനായ സഹദേവൻ തന്റെ വീട്ടിലേക്ക് എത്തിയെന്നറിഞ്ഞ ജോർജ് കുട്ടി തന്റെ കുടുംബത്തോട് പോയി പറഞ്ഞു, ആര് ചോദിച്ചാലും എന്ത് ചോദിച്ചാലും നമ്മൾ പറയേണ്ടതൊന്നാണ്, നമ്മൾ പറയേണ്ടതൊന്നാണ്. തിരിച്ചു ചോദിച്ചാലും മറിച്ച് ചോദിച്ചാലും നമ്മൾ പറയേണ്ടതൊന്നാണ്, നമ്മൾ പറയേണ്ടതൊന്നാണ്. ഓഗസ്റ്റ് 2 എവിടെ പോയി? ടക്ക് 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 ടക്ക്, പാറയപ്പള്ളിയിലെ ധ്യാനത്തിന്. ടക്ക് 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 ടക്ക്, ഓഗസ്റ്റ് 2 എവിടെ പോയി? പാറയപ്പള്ളിയിലെ ധ്യാനത്തിന്. ആര് ചോദിച്ചാലും എന്ത് ചോദിച്ചാലും നമ്മൾ പറയേണ്ടതൊന്നാണ്, നമ്മൾ പറയേണ്ടതൊന്നാണ്. അപ്പോൾ അതാ ആ മുറിയിലേക്ക് കേറി വന്ന സഹദേവൻ കൈയൂങ്ങിക്കൊണ്ട് ചോദിച്ചു, ഓഗസ്റ്റ് മാസം 2-ാം തീയതി നിങ്ങൾ എവിടെ പോയിരുന്നു? ഇത് കേട്ട അവർ പറഞ്ഞു, തൊടുപുഴയുള്ള പള്ളിയിൽ ധ്യാനം കൂടാൻ പോയിരുന്നു. അപ്പോഴേക്കും മരിച്ചു കിടന്ന വരുണിന്റെ അച്ഛൻ പ്രഭാകരൻ അവിടേക്ക് കയറി വന്നു. എന്നിട്ട് ജോർജ് കുട്ടിയുടെ കാലിൽ വീണ് വീണ് ചോദിച്ചു, മകന് വേണ്ടി, വരുണ് വേണ്ടി, അവന് വേണ്ടി കാത്തിരിക്കണോ? ജോർജ് കുട്ടി ഓർത്ത് നോക്ക്, അവന് വേണ്ടി കാത്തിരിക്കണോ? ഇതെല്ലാം കേട്ടിട്ടും ജോർജ് കുട്ടി മറുപടി ഒന്നും കൊടുത്തില്ല. വീണ്ടും അദ്ദേഹം ജോർജ് കുട്ടിയുടെ കാലിൽ വീണ് ചോദിച്ചു, ഞാൻ ഇനിയും എന്റെ മകൻ വരുണിന് വേണ്ടി കാത്തിരിക്കണോ? ഞാനാണെങ്കിൽ അമേരിക്കക്ക് പോവാൻ മുട്ടി നിൽക്കുക. ജോർജ് കുട്ടി പറഞ്ഞു, ഞാനും വൈഫും കിഡ്സും ഉള്ള ലോകം അവിടെ ക്ഷണിക്കപ്പെടാത്തൊരാ രീതി വന്നു. ഞാനും വൈഫും കിഡ്സും ഉള്ള ലോകം അവിടെ ക്ഷണിക്കപ്പെടാത്തൊരാ രീതി വന്നു. പലവട്ടം ചൊല്ലി അവനാണേലോ ചെവിക്കൊണ്ടതില്ല. വീണ്ടും ഞാൻ പലവട്ടം ചൊല്ലി, വീണ്ടും അവൻ ചെവിക്കൊണ്ടതില്ല. അങ്ങനെ ഞാൻ പലവട്ടം പറഞ്ഞിട്ടും കേൾക്കാത്ത കാരണത്താൽ എന്നേക്കുമായി പറഞ്ഞയച്ചു, അവനെ എന്നേക്കുമായി പറഞ്ഞയച്ചു. നിർത്ത്. എന്തായി കാണിക്കുന്നേ? കഥാപ്രസംഗം. ഇതാണ് കഥാപ്രസംഗം. വല്ലവരുടെ കഥ അടിച്ചു മാറ്റിട്ടാണോ കഥാപ്രസംഗം നടത്തുന്നേ? എല്ലാവരുടെയും കഥയോ? ഇത് ഞങ്ങൾ രണ്ടും കഷ്ടപ്പെട്ടിരുന്ന കഥയോ? ഏത്? ഇതോ? ജിത്തു ജോസഫ് എഴുതിയ ദൃശ്യ സിനിമയിലെ കഥയോ? ജിത്തു ജോസഫോ? ഇതാണ് ജിത്തു ജോസഫ്. അങ്ങനെ പറ. എടി എനിക്ക് മനസ്സിലായി. നിനക്ക് മനസ്സിലായില്ലേ? എടി നമ്മൾ പണ്ട് മൂവാറ്റുപുഴയില് കഥാപ്രസംഗം പറയാൻ പോയത് ഓർമ്മയുണ്ടോ? അന്ന് അവിടെ തലയിൽ ഒരു തോർത്തും കെട്ടി ഫ്രണ്ടിൽ വന്നിരുന്നില്ലേ? അയാളാടി
നീ അന്നേ എന്റെ പൊന്ന് ജിത്തു സാറേ, ഞങ്ങളോട് ഇത്രയും വലിയ ചതി ചെയ്യുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. ഞങ്ങൾ കഷ്ടപ്പെട്ട് ഉറക്കം ഉളച്ചിരുന്ന് എഴുതിയ കഥയായിരുന്നു സാറി കൊണ്ടൊന്ന് സിനിമയാക്കിയത്. വേണ്ട. വേണ്ട. പ്രിയമുള്ളവരെ, നമ്മൾ ഈ കഥാപ്രസംഗം ഇന്നത്തോടെ വിടുന്നു. നാളെ തൊട്ട് നമ്മൾ പുതിയ കഥാപ്രസംഗമാണ്. നമ്മുടെ കഥാപ്രസംഗത്തിന്റെ പേര് തോമാച്ചായനോട് ചാക്കോമാസ് ചെയ്തത് എന്ത്. അതെ, ഞാൻ പറയുന്നത് നിങ്ങൾ സിനിമാക്കാരോടാ. ദയവ് ഈ കഥയൊന്നും കൊണ്ട് സിനിമ ആക്കിയേക്കല്ലേ.